ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. സൺഡേ ആയതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടെന്ന് കരുതി ഹെൽമെറ്റൊക്കെ എടുത്ത് നമ്മളിറങ്ങി. അപ്പോൾ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ഒരു ഹിഡൻ സ്പോട്ട് നിങ്ങളെ കാണിച്ചു തരാനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, എല്ലായിടത്തും നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നൊരു കോഴിക്കോട് ജില്ലയിലെ ഒരു ഹിഡൻ വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട്. അവന് മുഖം കാണിക്കാനൊക്കെ ചെറിയ മടിയാണ്. വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു പോസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ അങ്ങ് കട്ട് ചെയ്തേക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ അടിവാരം വഴി നേരെ അങ്ങോട്ട് പോകാനായിരിക്കും എനിക്ക് തോന്നുന്നത് എളുപ്പം. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനക്കാമ്പോയിൽ പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ബ്രേക്കപ്പൊക്കെ ആയിട്ട് വീട്ടിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്നവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലോകത്ത് നമുക്ക് ഒരുപാട് മനുഷ്യരുണ്ട്. അവരിൽ ഒരാൾ പോയെന്ന് കരുതി നമ്മുടെ ജീവിതം അതോടെ തീർന്നു എന്ന് വിചാരിക്കരുത് ഒരിക്കലും. നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഒരുപാടുണ്ട്. അതുപോലെ തന്നെ കണ്ടുമുട്ടേണ്ട ആളുകളും കുറേയുണ്ട്. നിങ്ങളെപ്പോഴെങ്കിലും മല കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മേഘങ്ങളെന്നും മലയെ തൊട്ടി ഒരുമി പോകുക എന്നല്ലാതെ മല എപ്പോഴും അതേ സ്ഥാനത്ത് അതുപോലെ തന്നെ അനങ്ങാതെ നിൽക്കുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരും. ഫൈനലി ഗൈസ്, നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. കുറേ ചുറ്റിക്കറങ്ങിയെങ്കിലും അവസാനം നമ്മൾ ആ സ്ഥലത്തെത്തി. അപ്പോൾ വണ്ടി നമ്മൾ എന്തായാലും അവിടെ പാർക്ക് ചെയ്തിട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി ചെന്നേക്കാം. വെള്ളച്ചാട്ടം എന്നൊന്നും പറയാനില്ല, അണ്ടർ വാട്ടർ. ശരിക്കും പറഞ്ഞാൽ അടിപൊളി. നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് അണ്ടർ വാട്ടർ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും വണ്ടി സ്റ്റാൻഡിലിട്ടേക്കാം. സ്ഥലം തപ്പണമല്ലോ, ഇവിടെ ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നു. സ്റ്റാൻഡ് മറിയോ? അറിയോ? എങ്ങനെ? അപ്പോൾ വണ്ടി മറിഞ്ഞു വീഴുമെന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ജസ്റ്റ് നമ്മൾ അപ്പുറത്തേക്ക് നീക്കിയിട്ടേക്കും. പിന്നെ അഡ്വഞ്ചർസൊക്കെ, പിന്നെ ADV സെക്ഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ അത്. എനിക്ക് 450 ഇറങ്ങിയെങ്കിലും ഈ വണ്ടിയോടുള്ളൊരു ഇഷ്ടം അത് അന്ന് ഇന്നും എനിക്ക് ഒരുപോലെ തന്നെയാണ്. പിന്നെ ഈ ഒരു കളറിനോടുള്ള ഇഷ്ടം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. പിന്നെ വെള്ളം കണ്ട ആവേശത്തിൽ ഞാനൊരു ചാട്ടം ചാടിയിട്ട് വെള്ളത്തിൽ. പിന്നെ ഈ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് ചെക്കൻ്റെ 2 ഫോട്ടോസ് എടുത്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ചെക്കൻ എന്നെ പിടിച്ച് ഒന്നുകൂടെ വെള്ളത്തിലേക്ക് എറിയും. അപ്പോൾ എന്തായാലും ചെറുക്കൻ്റെ 2 ഫോട്ടോ എടുക്കാം. അയ്യോ, അപ്പോൾ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും വെള്ളത്തിൽ ചാടി. ഈ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് കല്യാണം വരെ നടത്തുന്ന ടീംസാണിപ്പോൾ. എന്തൊക്കെ തരത്തിലുള്ള ഭ്രാന്താണോ ആൾക്കാർക്കെന്നറിയില്ല. ഓരോരുടെ ഇഷ്ടത്തിന് പലതും അവർ മനസ്സിൽ തോന്നുന്ന പലതും ചെയ്തു കൂട്ടുന്നു. എന്താണല്ലേ? അപ്പോൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ എൻജോയ് ചെയ്യാൻ വരുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് വന്നിട്ടൊന്ന് ചില്ലടിക്കാൻ പറ്റിയൊരു സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞായറാഴ്ച കൊണ്ട് ആൾക്കാരങ്ങനെ കൂടുതലെന്ന് പറയാനില്ല. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത പുറകെ ഇതുപോലുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും.